السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على النبي الأمين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, 2025 ജനുവരി 3-ാം തീയതി വെള്ളിയാഴ്ച, ഇന്ന റബ്ബക്കുമുല്ലാഹ്, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന പ്രമേയത്തെ മുൻനിർത്തി അത്യുന്നതനും ഔദാര്യവാനുമായ അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയാണ് ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹേ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ സൂക്ഷ്മാലുക്കളായേക്കാം. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ്. നമ്മെ സൃഷ്ടിച്ചതും നമുക്കന്നം നൽകുന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അവനാണ്. അവൻ ചെയ്തു തന്ന വർദ്ധിതമായ അനുഗ്രഹങ്ങളിലൂടെ, അവൻ്റെ പ്രവിശാലമായ കാരുണ്യത്തിലൂടെ, സമ്പൂർണമായ ശക്തിയിലൂടെ, സൃഷ്ടിവൈഭവത്തിലൂടെ അവനെ നമുക്ക് പരിചയപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ 6 അയ്യാം സുമ്മ ഇസ്തവ അലൽ അർശി യുദബ്ബിറുൽ അംർ. തീർച്ചയായും നിങ്ങളുടെ നാഥൻ അള്ളാഹുവാകുന്നു. ആകാശഭൂമികൾ 6 ദിവസങ്ങളിലായി അവൻ സൃഷ്ടിക്കുകയും പിന്നീട് പ്രാപഞ്ചിക കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അവൻ അധികാരപീഠമേറി. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. സൃഷ്ടികളുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും സുഗമമാക്കുകയും വേണ്ട വിധം അവയെ പരിഗണിച്ചുകൊണ്ട് അവയുടെ സമ്പൂർണതയിലേക്ക് നയിക്കുന്നത് അള്ളാഹുവാണ്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വൃത്താന്തം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസ നബിയോട് ഫിർഔൻ ആരാണ് നിങ്ങളുടെ രക്ഷിതാവു എന്ന് ചോദിക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ പ്രകൃതം നൽകുകയും പിന്നെ അവയ്ക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമുക്ക് ചുറ്റുമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നാം ചിന്തിക്കുക. അവയുടെ സമ്പൂർണമായ ഉപകാരത്തിലേക്കും യഥാർത്ഥമായ രീതികളിലേക്കും അള്ളാഹു അവയെ എങ്ങനെയാണ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. അള്ളാഹു തന്നെ നമ്മോട് ചോദിക്കുന്നു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങളതൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ലയോ? മാതാവിൻ്റെ ഗർഭാശയത്തിൽ വിവിധ ഘട്ടങ്ങളായാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുക്കും. നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരത്തിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു. 3 ഇരുളുകൾക്കുള്ളിൽ ഒന്നിനു പിറകെ ഒന്നായി ഘട്ടം ഘട്ടമായി നിങ്ങളെ അവൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. മാതാവിൻ്റെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ അന്നം പോലും ഏറ്റെടുത്തിരിക്കുന്ന രക്ഷിതാവേ, ആ കുഞ്ഞിൻ്റെ പരിചരണം പോലും അങ്ങേയറ്റം സമ്പൂർണമായി നിർവഹിക്കുന്ന അള്ളാഹുവേ, നീ എത്ര പരിശുദ്ധനായിരിക്കുന്നു. അങ്ങേയറ്റത്തെ കാരുണ്യവും കനിവും നിറച്ച് ആ കുഞ്ഞിനെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ സമ്പൂർണഭാവത്തിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന നീ എത്ര ഉന്നതനാണ്. വിശുദ്ധ ഖുർആനിൽ നീ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്, വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത്ത്വയ്യിബാതി ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ എന്നാണ്. അഥവാ അള്ളാഹു നിങ്ങൾക്ക് രൂപമേകി, ആ രൂപത്തെ അവൻ ഏറെ മികവുറ്റതാക്കി, വിശിഷ്ട വസ്തുക്കളിൽ നിന്നവൻ നിങ്ങൾക്ക് അന്നം തന്നു. ആ അള്ളാഹു തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവ്. പ്രപഞ്ചനാഥനായ അള്ളാഹു അനുഗ്രഹപൂർണൻ തന്നെ.
പിന്നെയും നമ്മൾ എന്താണ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ കഴിവിനെക്കുറിച്ച്, അവൻ്റെ കാരുണ്യത്തെക്കുറിച്ചു ചിന്തിക്കാത്തത്? അവൻ്റെ യുക്തിയെക്കുറിച്ച്, അവൻ്റെ അനുകമ്പയെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത്, അവൻ്റെ ഏകത്വത്തെ വാഴ്ത്താതിരിക്കുന്നത്? ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ശൈ. പ്രവാചകരെ, അങ്ങ് ചോദിക്കുക, ഞാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു രക്ഷകനെ തേടുകയോ അവൻ എല്ലാറ്റിൻ്റെയും നാഥനായിരിക്കെ? പിന്നെയും എന്താണ് നാം അല്ലാഹുവിനെ അവൻ അർഹിക്കുന്ന വിധം ആരാധിക്കാത്തത്? ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅ്ബുദൂഹു അഫലാ തദക്കറൂൻ. അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു, അവനു മാത്രം വഴിപ്പെടുക. ഇക്കാര്യമൊന്നും നിങ്ങളെന്തേ ചിന്തിച്ചു മനസ്സിലാക്കാത്തത്? സത്യവിശ്വാസികളെ, ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. നിങ്ങളുടെ നാഥൻ അതീവ ദയാലുവും പരമ കാരുണ്യകനുമാണ്. അല്ലാഹു അങ്ങേയറ്റം ഔദാര്യവാനാണ്. അവൻ്റെ കരങ്ങൾ നന്മകളാൽ സമ്പന്നമാണ്. അവൻ സദാ ഔദാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, യദുല്ലാഹി മൽആ ലാ തഗീലുഹാ നഫഖ. അള്ളാഹുവിൻ്റെ കരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അവൻ ചെലവഴിക്കുന്നത് വഴി അവയിൽ നിന്ന് ഒന്നുമേ തീർന്നു പോകുന്നില്ല. സഹാഉൽ ലൈലി വന്നഹാർ. അവൻ രാവും പകലും ഔദാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വസ്തുക്കളുടെയും ഭണ്ഡാരങ്ങൾ അവൻ്റെ കൈവശമാണ്. ഒരാൾക്കും അവൻ്റെ ഔദാര്യമില്ലാതെ മുന്നോട്ടു പോവാനാവില്ല. അവനൊന്നും അപ്രത്യക്ഷമാവുകയില്ല. രാവിലും പകലിലും എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് കാവലേകുന്നത് അവനാണ്. ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. പ്രവാചകരെ, അങ്ങ് ചോദിക്കുക, രാവിലും പകലിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്നു നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ആരുണ്ട്? അതെ, അവനല്ലാതെ ഒരു രക്ഷിതാവില്ല, അവനില്ലാതെ ഒരു സംരക്ഷകനുമില്ല. ഒരു നിമിഷം പോലും നമ്മെക്കുറിച്ചവൻ അശ്രദ്ധനാവുന്നില്ല. ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാം. അവൻ ഉറങ്ങുന്നില്ല, ഉറങ്ങേണ്ട കാര്യവും അവനില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈ ഫഅ്ബുദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അവനാണ് അല്ലാഹു, നിങ്ങളുടെ നാഥൻ. അവനല്ലാതെ ആരാധ്യനില്ല. സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ. അതിനാൽ നിങ്ങൾ അവനു മാത്രം വഴിപ്പെടുക. അവൻ എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവാണ് അവനെ ആരാധിക്കുവാനായി നിങ്ങളെ സൃഷ്ടിച്ചത്. അവൻ്റെ മതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും അവൻ നമുക്ക് വിശദീകരിച്ചു തന്നു. അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ബസായിറു മിർ റബ്ബിക്കും വഹുദൻ വറഹ്മത്തുൽ ലിഖൗമി യുഅ്മിനൂൻ. ഇവയെല്ലാം നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ വചനങ്ങളാണ്. ഒപ്പം വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും അനുഗ്രഹവുമാണ്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ലളിതമാക്കി. അതിലവൻ ബുദ്ധിമുട്ടുകളുണ്ടാക്കിയില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. മതകാര്യങ്ങളിൽ ഒരു മാർഗതടസ്സവും അവൻ നിങ്ങൾക്കുണ്ടാക്കി വെച്ചിട്ടില്ല. അല്ലാഹു നമ്മോട് ചെയ്ത കാരുണ്യമാണിത്. അവൻ നൽകിയ ലഘൂകരണമാണ്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യവും ഇളവുമാണിത്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ വാതിലുകൾ അവൻ നമുക്ക് മുന്നിൽ തുറന്നു. അവനിൽ നിന്നുള്ള പാപമോചനവും അവനൊരുക്കിയിരിക്കുന്ന സ്വർഗവും ചോദിക്കുവാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്തു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടാനായി നിങ്ങൾ ആവേശപൂർവം മുന്നോട്ട് വരിക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണത്. സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ നാം വിശ്വസിക്കുന്നു എന്നതിൻ്റെ സ്വാഭാവികമായ തേട്ടമാണ് നാം നമ്മുടെ മനസ്സിൽ
അള്ളാഹുവിൻ്റെ മഹത്വം കുടിയിരുത്തുകയും ആ മഹത്വം നമ്മുടെ നാവുകൊണ്ട് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠവും അതുതന്നെയാണ്. അവിടുന്ന് പറഞ്ഞു, അമ്മർ റുക്കൂഉ ഫഅല്ലിമു ഫീഹി റബ്ബ്, നിങ്ങൾ ചെയ്യുന്ന റുക്കൂ എന്നാൽ അത് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ടുന്ന സന്ദർഭമാണ്. അഥവാ ഓരോ റുക്കൂഇലും സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ രക്ഷിതാവ് മഹോന്നതനായിരിക്കുന്നുവെന്നു നാം ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ്. ഓരോ സുജൂദുകളിലും സുബ്ഹാന റബ്ബിയൽ അഅല എന്നും നാം പ്രഖ്യാപിക്കുകയാണ്. അഥവാ അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നുവെന്ന്. അമ്പിയാക്കളും മുർസലുകളുമെല്ലാം അള്ളാഹുവിൽ സമ്പൂർണമായി ഭരമേൽപ്പിച്ചതുപോലെ നമ്മളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമാഗതമായപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എന്നെ നേർമാർഗത്തിലേക്കു നയിക്കും. നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ഇങ്ങനെ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു, റളീതു ബില്ലാഹി റബ്ബ, ഞാൻ അള്ളാഹുവിനെ എൻ്റെ രക്ഷിതാവായി തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമുക്ക് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവൻ നമുക്ക് വീതിച്ചു തന്നതിൽ സംതൃപ്തരായി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് മുന്നോട്ടു പോവാം. കാരണം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിക്കുക, ഞാൻ ഉത്തരം നൽകാമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന്. കാരണം അള്ളാഹു ഹയ്യുൻ കരീമുൻ യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്ര. അള്ളാഹു അത്യുദാരനാണ്, ലജ്ജയുള്ളവനാണ്. ഒരടിമ കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തി വല്ല കാര്യങ്ങളും ചോദിച്ചാൽ ആ കൈകളെ ശൂന്യമാക്കി മടക്കുവാൻ അള്ളാഹുവിന് ലജ്ജയാണ്. എന്നു മാത്രമല്ല, ആ ചോദിച്ച കാര്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ചെയ്യും. അള്ളാഹുവിനോട് വല്ല കാര്യവും ചോദിക്കുമ്പോൾ അമ്പിയാക്കളുടെ രീതി, ആ പ്രാർത്ഥന റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അതല്ലെങ്കിൽ യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ എന്ന ആമുഖത്തിലൂടെ തുടങ്ങുക എന്നതായിരുന്നു. അതുകൊണ്ടുതന്നെ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ അഭയം തേടാം. പ്രാർത്ഥനകൾക്കു മുമ്പ് നമുക്കവനെ സ്തുതിച്ചും വാഴ്ത്തിയുമിരിക്കാം. അപ്പോൾ അള്ളാഹു നമ്മിലേക്കു തിരിഞ്ഞുവരും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും നമ്മോട് നന്മ ചെയ്യുകയും ചെയ്യും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകരോട് ഇങ്ങനെ ചോദിച്ചു, അല്ലിംനി കലിമാത്തിൻ അഖൂലുഹുന്ന ഫീ സ്വലാത്തി, എൻ്റെ നിസ്കാരശേഷം ഞാൻ പറയേണ്ടുന്ന ഏതാനും വാക്കുകൾ പ്രവാചകരെ അങ്ങനെക്കു പഠിപ്പിച്ചു തരണം. പ്രവാചകർ പറഞ്ഞു, നിസ്കാരത്തിനു ശേഷം 10 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുക, 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, 10 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്നും പറയുക. ശേഷം എന്താണോ ആവശ്യമുള്ളത് അത് ചോദിച്ചു കൊള്ളുക. അപ്പോൾ അല്ലാഹു മറുപടി നൽകും, നഅം നഅം, തീർച്ചയായും അത് ലഭിച്ചിരിക്കുന്നുവെന്ന്. രക്ഷിതാവായ അല്ലാഹുവേ, നീ പരമ സഹനശീലനാണ്, അങ്ങേയറ്റത്തെ ഔദാര്യവാനാണ്. നിന്റെ കേവല അടിമകളും നിരാലംബരുമായ ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നഅം നഅം എന്നുത്തരം നൽകി ഞങ്ങളെ പരിഗണിക്കുന്നവനാണു നീ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കു നീ ധാരാളമായി നൽകണമേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.